ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് മീൻ എങ്ങനെ അടിപൊളിയായിരുന്നു പൊരിക്കുക. ഇങ്ങനെ പൊരിച്ചാൽ സൂപ്പറായിരിക്കും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ആദ്യം പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇടുക. അത് അതിൽ കടന്ന് നല്ല ഒന്ന് മൂപ്പിച്ച ശേഷം ചെറിയൊരു മണമൊക്കെ വരുന്നുണ്ടാവും. അതിന് ശേഷം ഇത് കാശ്മീരിയാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ ഓഫ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. ഒരു ചെറു തീയിൽ ഇടുകയാണെങ്കിൽ ഒരു നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. ടേസ്റ്റ് കൂടുതൽ കാരണം ഇങ്ങനെ ചെയ്താലാണ്. പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി. അതൊരു 3 അല്ലിയൊക്കെ ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചി ഇടുന്നുണ്ട്, അതും ചെറുതായിട്ട് അരിഞ്ഞ ശേഷം അതും ഇടുന്നുണ്ട്. അത് നല്ല പോലെ ഇളക്കി കൊടുത്ത് നല്ല ആ ഒരു മസാലയായിട്ട് നല്ല മിക്സായി കിട്ടണം കേട്ടോ. തന്നെ നല്ലൊരു മണം വരുന്നുണ്ടാവും. ഏകദേശം നമുക്കിതൊക്കെ തന്നെ ആഡ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു മസാല കൂട്ട് അടിപൊളിയായിരിക്കും. പിന്നെ അതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളിയും കൂടെ ആഡ് ചെയ്തു കേട്ടോ. ഇതിന് ശേഷം നല്ലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം അതൊന്ന് ആ മസാല സെറ്റാവും ചെയ്യണം. പിന്നെ ആ ഒരു ഗ്രേവി ടൈപ്പിലായി മാറണം. എന്നാലേ ആ മീനിലേക്ക് നല്ലപോലെ അത് പിടിക്കുകയുള്ളൂ കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് പുളിവെള്ളം ഒഴിക്കാം കേട്ടോ. ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് കാണിച്ചിട്ടില്ല വീഡിയോയിൽ. ഓരോരുത്തരുടെ ടേസ്റ്റ് പോലെ വേണമെങ്കിൽ ചേർത്താൽ മതി. ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. ഇനി ഓരോ മീനായിട്ട് വെച്ച് കൊടുക്കുക. ചെറിയ മത്തി മീനാട്ടോ, ചെള്ളി മത്തിയാണ്, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു ഭാഗം നല്ലൊന്ന് മുരിഞ്ഞ് കിട്ടിയതിന് ശേഷം അടുത്ത ഭാഗം കൂടെ തിരിച്ചിടുക കേട്ടോ. ആ മസാല അതിലേക്കൊന്ന് പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി മീൻ പൊട്ടാത്ത വിധം ഒന്ന് തിരിച്ചിട്ടാൽ മതി കേട്ടോ. മെല്ലെ മെല്ലെ മറിച്ചിടണം, അല്ലെങ്കിൽ ചെറിയ മീനായതുകൊണ്ട് പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മെല്ലെയായിട്ട് മറിച്ചിടണം. നല്ല ആയി തന്നെ കണ്ട പുളിവെള്ളം നല്ല ആയി തന്നെ സെറ്റായി നിൽക്കുന്നുണ്ട്. ഇനി അത് ഗ്രേവി ടൈപ്പായി മാറും. പിന്നെ അത് മുരിഞ്ഞ് കിട്ടുമ്പോൾ ആ ടേസ്റ്റ് കുറച്ചും കൂടെ കൂടുതലായി കയറും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല മുരിഞ്ഞ് ആ മസാല അതിനോട് സെറ്റായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം.